പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചിക്കനാണ് കിട്ടി. അപ്പം അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലിപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ മല്ലിയും മുളകും ചൂടാക്കി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ സ്പൂണ് 2 സ്പൂണ് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി വെച്ചു. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേ. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടെന്ന് അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. അപ്പോഴത്തേനും നമുക്ക് ഒരു 3 സവാള നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അതിലിട്ട് കൊടുത്തു. ഇട്ടിട്ട് നമ്മൾ കുക്കറിലാണ് 2 വിസിൽ വേവിച്ചാൽ വേണ്ടി കുക്കറിലേക്ക് സവാള ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേ. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേ. കുറച്ച് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മളതൊന്ന് കുക്കറിൽ 2 വിസിലടിക്കാൻ. അങ്ങനെ കുക്കറിൽ നിന്ന് അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 10-20 ചെറിയ ഉള്ളി, ഒരു 2 തണ്ട് വേപ്പിൻ്റെ ഇല, ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ മൂത്തുവരുമ്പോൾ 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലിട്ട് ആ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുത്തു. നമ്മളെന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കറിയിലൊഴിച്ച് അതിൻ്റെ മേലെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇലയും വിതറി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് സഹായിക്കണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്. ഇങ്ങനെ ഒന്ന് കറി വെച്ചോക്കും, നല്ല അടിപൊളി ഒരു കറി.